ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫലൂദയുടെ അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി പുഡിങ് നമുക്കിന്ന് തയ്യാറാക്കി എടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 ലെയറായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ, അതായത് താഴത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത് സ്ട്രോബെറി ജെല്ലി വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സ്ട്രോബെറി ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൽ ജെല്ലി ക്രിസ്റ്റൽസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജെല്ലി ക്രിസ്റ്റൽസ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൽ പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ട്രേ ആണ്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈന ഗ്രാസ് വേണം. ഞാനിവിടെ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 30 മിനിറ്റ് വരെ നമുക്കതിനെ സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഫലൂദ സേവ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫലൂദ സേവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 ഗ്രാം ഫലൂദ സേവ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഫലൂദ സേവ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 2 ടീസ്പൂൺ കറുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വലുതായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതാദ്യം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഹീറ്റിൽ ഇതിനെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ലോ ഹീറ്റിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കിത് ചൂടോടെ തന്നെയാണ് പാലിലേക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പാലും ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് പാലിനും ചൂടുണ്ടായിരിക്കണം, ചൈന ഗ്രാസിനും ചൂടുണ്ടായിരിക്കണം. ഈ ചൈന ഗ്രാസ് ചേർത്ത ഉടനെ തന്നെ പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഹീറ്റിൽ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാൽ സ്റ്റവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ചൈന ഗ്രാസിൻ്റെ അലിയാത്ത എന്തെങ്കിലും പീസ് അതിലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരേ അളവിൽ 2 ബൗളിലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 2 ബൗളിലാക്കി ഡിവൈഡ് ചെയ്തെടുത്തു. അതിൽ ഒരു ബൗളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. റോസ് സിറപ്പോ അല്ലെങ്കിൽ റൂഹ് അഫ്സായോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റേ ബൗളിലേക്ക് കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആ ഫലൂദ സേവ് ഇട്ടിരിക്കുന്ന ആ ബൗളിൽ ഞാൻ കുറച്ച് കസ്കസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തു. 2 ബൗളിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് റൂം ടെമ്പറേച്ചറിലാവുന്നവരെ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം.
ഇപ്പോൾ നമ്മുടെ ജെല്ലി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ആ ഒരു പിങ്ക് കളറിലെ ലെയറാണ് ഞാൻ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടോടെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ജെല്ലി പെട്ടെന്ന് മെൽറ്റായി പോകും. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ നല്ല തണുത്ത ജെല്ലിയുടെ മുകളിലേക്കല്ലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അപ്പോൾ നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ റെഡിയാക്കാം. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. റോസ് സിറപ്പിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ മറ്റേ ലെയറിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് അനാറ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയറും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ അത് സെറ്റായി വരും. അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇത് പുറത്തിരുന്ന് തന്നെ ചിലപ്പോൾ സെറ്റായി പോകും. അതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് ഉള്ള ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടി അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് റോസ് സിറപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രോപ്സ് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.